ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. നമ്മളിന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു കപ്പ് ശർക്കര നമുക്കതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പാനിയാക്കണം. അപ്പോൾ ഇത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി അത് പാനിയാക്കി നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനിയും ഒരു വലിയ പാൻ എടുക്കുക. അതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു 10-12 കാഷ്യൂനട്ട് ചെറുതായിട്ട് നുറുക്കിയതും ഒരു 10-15 മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങയും കൂടെ നമുക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 നേന്ത്രപ്പഴമാണ് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് നുറുക്കിയിട്ട് നമുക്കിതിലേക്ക് ഇനിയും ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഏത്തപ്പഴമാണെങ്കിൽ ഒന്നെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വിളഞ്ഞ നേന്ത്രപ്പഴമാണ്. അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ആ നെയ്യിൽ കിടന്നിട്ട് പഴമൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരണം. അതേപോലെ നമുക്ക് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 6 ഏലക്ക അതിൻ്റെ കുരു മാത്രം ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനിയും ഇതുകൂടെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ട് ഇളക്കാൻ. അപ്പോൾ നമ്മൾ ഇളക്കുന്ന ആ തവി ഉപയോഗിച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പഴമൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഏലക്കയുടെയൊക്കെ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പാലപ്പം ഇടിയപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് ആദ്യമേ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കാം. 1/4 കപ്പ് മതിയാവും. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും നാളികേരവും ഒക്കെയുള്ള കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ, ശർക്കരയുടെയും ഏലക്കയുടെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ ആവും. ഇനി ഞാൻ ഇതേപോലെ ഒരു 6 കിണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഓരോ കയ്യിൽ ഇതേപോലെ ഈ മാവ് ഇതിലേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുകൾ ഭാഗം ഒന്ന് നിരപ്പാക്കിയിട്ട് നമുക്ക് ചൂടായ അപ്പച്ചെമ്പിലോ ഇഡലി പാത്രത്തിലോ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു കിണ്ണത്തപ്പം കിട്ടും. അപ്പോൾ ഈ കിണ്ണങ്ങൾ ഞാൻ ഇതേപോലെ വെക്കുകയാണ് കേട്ടോ. ഒരേ സമയം ഒരു 3 വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അകമൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ കഴിക്കാനും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.